കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുടിശ്ശികയുടെ വിതരണം. സർവീസ് പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാന ഗഡുവിന് 600 കോടി രൂപയോളം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷത്തിൽ ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനും പദ്ധതിയുണ്ട്. അടുത്തത് ബഡ്ജറ്റിലെ മറ്റു പ്രഖ്യാപനങ്ങൾ നോക്കാം. ഡിയർനെസ് അലവൻസിൻ്റെ ഇളവ്. 2 DA കുടിശ്ശിക ഗഡുക്കളുടെ ലോക്കിംഗ് കാലാവധി റദ്ദാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 2024 ഏപ്രിലിൽ 1 ഗഡു കൂടി DA നൽകുന്നതാണ്. അടുത്തത് കോൺട്രാക്റ്റ് തൊഴിലാളികൾക്കും ദിവസ വേതനക്കാർക്കും ശമ്പള വർധനവ്. ഇവർക്കായിട്ട് 5% ശമ്പള വർധനവ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. 2023 ഒക്ടോബറിലെ തീരുമാനപ്രകാരം 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2ാമത്തെ ഗഡു താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരുന്നു. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഈ കുടിശ്ശിക ജീവനക്കാരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നത് അനിശ്ചിതമായിട്ട് മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. താങ്ക് യു.